നമസ്കാരം, സമയം മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള T20 പരമ്പരയിലെ നിർണായകമായ രണ്ടാം മത്സരം റായ്പൂരിൽ നടക്കാൻ പോവുകയാണ്. ആദ്യ മത്സരത്തിലെ ആവേശകരമായ പോരാട്ടത്തിന് ശേഷം ഇരു ടീമുകളും വീണ്ടും ഏറ്റുമുട്ടുമ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത് ടീമിലെ മാറ്റങ്ങളിലേക്കാണ്. പ്രത്യേകിച്ചും ഇന്ത്യൻ ടീമിലെ പ്ലേയിങ് 11-ൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ആദ്യ മത്സരത്തിനിടെ പരിക്കേറ്റ വൈസ് ക്യാപ്റ്റൻ അക്സർ പട്ടേലിന്റെ കാര്യമാണ് ഇപ്പോൾ ടീം മാനേജ്മെന്റിനെ ഏറ്റവും കൂടുതൽ വലയ്ക്കുന്നത്. നാഗ്പൂരിൽ നടന്ന ആദ്യ മത്സരത്തിൽ ഡാരിൽ മിച്ചലിന്റെ ഷോട്ട് തടയുന്നതിനിടെയാണ് അക്സറിന്റെ കൈവിരലിന് പരിക്കേറ്റത്. പരിക്ക് അല്പം ഗൗരവമുള്ളതായതിനാൽ റായ്പൂരിൽ നടക്കുന്ന രണ്ടാം മത്സരത്തിൽ അക്സറിന് വിശ്രമം അനുവദിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വരാനിരിക്കുന്ന T20 ലോകകപ്പ് കൂടി കണക്കിലെടുത്ത് അദ്ദേഹത്തിന്റെ പരിക്ക് വഷളാകാതിരിക്കാൻ ടീം മാനേജ്മെന്റ് മുൻകരുതൽ എടുത്തേക്കാം. സ്പിൻ ബൗളിംഗിൽ വൈവിധ്യം കൊണ്ടുവരാൻ കുൽദീപ് യാദവിനെ പ്ലേയിങ് 11-ലേക്ക് തിരിച്ചു വിളിക്കാൻ സാധ്യതയുണ്ട്. രവി ബിഷ്ണോയിയും സ്ക്വാഡിലുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ കുൽദീപിന് മുൻഗണന ലഭിക്കാനാണ് സാധ്യത. വാഷിംഗ്ടൺ സുന്ദറും പരിക്കിന്റെ പിടിയിലായതിനാൽ ഇന്ത്യയുടെ ഓൾറൗണ്ട് ഓപ്ഷനുകളിൽ ചെറിയൊരു കുറവുണ്ടായേക്കും. എങ്കിലും ബാറ്റിങ്ങിലും ബൗളിങ്ങിലും മിന്നിച്ച് രണ്ടാം T20-യിലും വിജയിക്കാനാണ് ഇന്ത്യ പരിശ്രമിക്കുന്നത്. ബാറ്റിംഗ് നിരയിലേക്ക് വന്നാൽ മലയാളി താരം സഞ്ജു സാംസണും അഭിഷേകും ഓപ്പണർമാരായി തുടരും. അഭിഷേക് ശർമ്മയും സഞ്ജുവും ചേർന്ന് നൽകുന്ന തുടക്കം റായ്പൂരിലെ പിച്ചിൽ നിർണായകമായി മാറും. ഇഷാൻ കിഷൻ വൺ ഡൗൺ ആയി ടീമിൽ തുടരും. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, ശിവൻ ദുബെ, റിങ്കു സിംഗ് എന്നിവരടങ്ങുന്ന മധ്യനിര ഏത് വലിയ സ്കോറും ചേസ് ചെയ്യാനും പടുത്തുയർത്താനും കെൽപ്പുള്ള സംഘമാണ്. കഴിഞ്ഞ മത്സരത്തിൽ അവർ അത് തെളിയിച്ചതുമാണ്. അക്സർ പുറത്തേക്ക് പോയി കുൽദീപ് യാദവ് തിരിച്ചെത്തുമ്പോൾ സ്വാഭാവികമായും ബാറ്റിംഗ് ഡെപ്തിൽ കുറവുണ്ടാകും. ഈ സാഹചര്യം മറികടക്കാൻ ഗംഭീർ ആദ്യ മത്സരത്തിൽ കളിക്കാതിരുന്ന ഹർഷിത്തിനെ ടീമിലെത്തിച്ച് അർഷ്ദീപിനെ മാറ്റി നിർത്തിയാലും അത്ഭുതപ്പെടേണ്ടി വരില്ല. ബാറ്റിംഗ് ഡെപ്തിന് പ്രാധാന്യം നൽകുന്ന കാര്യത്തിൽ ഗംഭീർ പ്രത്യേക ശ്രദ്ധ കൊടുക്കാറുണ്ട്. ചുരുക്കത്തിൽ ഇന്ത്യൻ നിരയിൽ അക്സർ പുറത്തുപോയി കുൽദീപ് ടീമിലെത്തുകയാണെങ്കിൽ അർഷ്ദീപിനെ പുറത്തിരുത്തി ഹർഷിത്തിനെ ടീമിലെടുക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. മറുഭാഗത്ത് ന്യൂസിലാൻഡ് ടീമിൽ വലിയ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല. എങ്കിലും ബൗളിംഗ് നിരയിൽ ഒരു മാറ്റം പ്രതീക്ഷിക്കാം. ആദ്യ മത്സരത്തിൽ റൺസ് വഴങ്ങിയ ക്രിസ്റ്റ്യൻ ക്ലർക്കിന് പകരം പരിചയസമ്പന്നനായ മാറ്റ് ഹെൻറിയെ കിവീസ് പരീക്ഷിച്ചേക്കും. ടിം റോബിൻസണും ഡെവൻ കോൺവേയും നൽകുന്ന ഓപ്പണിംഗ് കൂട്ടുകെട്ടും രജൻ രവീന്ദ്ര, ഡാരിൽ മിച്ചൽ എന്നിവരുടെ മധ്യനിരയിലെ പ്രകടനവും കിവീസിന് നിർണായകമാണ്. റായ്പൂരിലെ പിച്ച് സാധാരണയായി ബാറ്റിംഗിന് അനുകൂലമാണെങ്കിലും സ്പിന്നർമാർക്ക് മധ്യ ഓവറുകളിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ സാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കുൽദീപ് യാദവിനെ പോലൊരു വിക്കറ്റ് ടേക്കർ ടീമിലെത്തുന്നത് ഇന്ത്യക്ക് ഗുണം ചെയ്തേക്കാം. ഈ മത്സരം വിജയിച്ച് പരമ്പരയിൽ ആധിപത്യം ഉറപ്പിക്കാൻ ഇന്ത്യയും തിരിച്ചടിക്കാൻ ന്യൂസിലാൻഡും തയ്യാറെടുക്കുമ്പോൾ റായ്പൂരിൽ തീ പാറുമെന്ന് ഉറപ്പാണ്. റായ്പൂരിൽ ഇന്ത്യ കളിച്ച ഏക T20 മത്സരത്തിൽ ഇന്ത്യ മുമ്പ് വിജയിച്ചിട്ടുണ്ട്. ഓസ്ട്രേലിയക്കെതിരെ 2023-ൽ നടന്ന ഈ മത്സരത്തിൽ 20 റൺസിനായിരുന്നു ഇന്ത്യയുടെ വിജയം. അന്ന് ഇന്ത്യ 174 റൺസ് നേടിയപ്പോൾ ഓസ്ട്രേലിയയുടെ മറുപടി 154 റൺസിൽ അവസാനിക്കുകയായിരുന്നു. കഴിഞ്ഞ മത്സരത്തിലേതുപോലെ ബാറ്റിംഗിൽ തന്നെയാണ് ഇന്ത്യയുടെ പ്രതീക്ഷ. റായ്പൂരിലും വിജയം ആവർത്തിക്കാനാകും എന്ന പ്രതീക്ഷയിലാണ് സൂര്യകുമാർ യാദവും സംഘവും. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സമയം മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.